ഇന്ത്യൻ വിദേശകാര്യമന്ത്രിമാരുടെ ഒമാൻ പര്യടനം 9-10 തീയതികളിൽ. കൊമേഴ്ഷ്യൽ ഫ്രാഞ്ചൈസിംഗിനുള്ള കോർപ്പറേറ്റ് ലീഡർഷിപ്പ് അവാർഡ് സ്വന്തമാക്കി ഒമാൻ ചേംബർ. 2026 രണ്ടാം പാദത്തിൽ 80.01% ഓൺ ടൈം പെർഫോമൻസുമായി സലാം എയർ. പാസ്പോർട്ട് നിരക്ക് വർധന പുനർപരിശോധിക്കണം. ICS മസ്കത്ത്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജൂലൈ 9-10 തീയതികളിൽ ഒമാൻ സന്ദർശനം നടത്തുമെന്ന് മസ്കത്തിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്കും US, ബെൽജിയം എന്നിവിടങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ വിദേശകാര്യമന്ത്രിമാരുടെ ഔദ്യോഗിക പര്യടനത്തിന് ഞായറാഴ്ച തുടക്കമായിരുന്നു. ഞായറാഴ്ച അദ്ദേഹം ഖത്തറിലെത്തിയിരുന്നു. ജൂലൈ 15 വരെയാണ് ജയശങ്കറിന്റെ വിദേശ പര്യടനം. ദോഹയിലെത്തിയ എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം ആൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ ഖത്തർ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ഇന്ത്യയുടെ നന്ദി അറിയിച്ചു. ബിസിനസ് ഫ്രാഞ്ചൈസിംഗിനെ പിന്തുണയ്ക്കുന്നതിനും സജ്ജമാക്കുന്നതിനും നൽകിയ സംഭാവനകൾ മുൻനിർത്തി ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഗവൺമെന്റ് കോർപ്പറേറ്റീവ് ലീഡർഷിപ്പ് അവാർഡ് നേടി. അടുത്തിടെ കെയ്റോയിൽ സമാപിച്ച ഈജിപ്ഷ്യൻ സൗദി ഇന്റർനാഷണൽ ഫ്രാഞ്ചൈസി എക്സിബിഷനിലാണ് OCCI ഈ അവാർഡ് ഏറ്റുവാങ്ങിയത്. ഒമാൻ സുൽത്താനേറ്റിൽ ഫ്രാഞ്ചൈസി സംവിധാനം വികസിപ്പിക്കുന്നതിനും ദേശീയ ബ്രാൻഡുകളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഗുണനിലവാരമുള്ള പദ്ധതികളിലൂടെയും തന്ത്രപരമായ പങ്കാളിത്തങ്ങളിലൂടെയും ഒരു സംയോജിത സംവിധാനത്തിലൂടെ കമ്പനികൾക്ക് പ്രാദേശിക തലത്തിലും വളരാൻ അവസരമൊരുക്കുന്നതിനും ചേംബർ നടത്തിയ മികച്ച ശ്രമങ്ങളെ മാനിച്ചാണ് ഈ പുരസ്കാരം. ചടങ്ങിനിടയിൽ ഒമാനി കമ്പനികളും അവയുടെ ഈജിപ്ഷ്യൻ പങ്കാളികളും തമ്മിൽ 2 സഹകരണ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. 2026 രണ്ടാം പാദത്തിൽ 80.01% ഓൺ ടൈം പെർഫോമൻസുമായി സലാം എയർ. ആദ്യ പാദത്തേക്കാൾ 15.01% പുരോഗതിയാണ് രേഖപ്പെടുത്തിയത്. ആദ്യ പാദത്തിൽ 65% OTP. വ്യോമ മേഖലയിലെ തടസ്സങ്ങളും ഫ്ലൈറ്റ് പ്രവർത്തന വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും ഒമാൻ എയർ OTP മെച്ചപ്പെടുത്തിയെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. പാസ്പോർട്ട് നിരക്ക് വർധനവിലൂടെ കേന്ദ്ര സർക്കാർ പ്രവാസികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച അധിക സാമ്പത്തിക ബാധ്യത അടിയന്തരമായി പുനർപരിശോധിക്കണമെന്നും പ്രവാസികളോട് നീതി പുലർത്തുന്ന തീരുമാനം കൈക്കൊള്ളണമെന്നും ICS മസ്കത്ത് ആവശ്യപ്പെട്ടു. റൂവിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലാണ് സംഘടന ആവശ്യമുന്നയിച്ചത്. ICS മസ്കത്തിന്റെ ആഭിമുഖ്യത്തിൽ റൂവിയിൽ സംഘടിപ്പിച്ച മഹത്തുക്കളുടെ ഓർമ്മ സംഗമം അബ്ദുള്ള വഹാബി വല്ലാപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.